ഈ ഇലക്ഷൻ കഴിയുന്നവരെ മാത്രം മതി ജനങ്ങൾ. ഇലക്ഷൻ കഴിഞ്ഞു ഇവർ ജനങ്ങളെന്ന് പറയുന്ന ഇവരുടെ ശത്രുക്കളാണ്. പിന്നെ ഇവർക്ക് ഒരുപാട് പാരഫെർണേലിയ, അതായത് ഒരുപാട് സെക്യൂരിറ്റി അറേഞ്ച്മെന്റ് വേണം. അതുവരെ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങാൻ സെക്യൂരിറ്റി ഒന്നും വേണ്ട. ഇത് കഴിഞ്ഞാൽ ജനങ്ങൾക്ക് മൊത്തം പിന്നെ ഇവിടുത്തെ വൈരാഗ്യമാണെന്നുള്ള രീതിയാണ്. അതായത് ഇവർ പിന്നെ ജനങ്ങൾ ശത്രുക്കളാണ്. അത് കാരണം എന്താ, ശത്രുവിൻ്റെ ആക്രമണം വരുമല്ലോ, അതുകൊണ്ട് ഒരുപാട് സെക്യൂരിറ്റി വേണം. കണ്ടവർക്കൊക്കെ Z+ കാറ്റഗറിയൊക്കെ അങ്ങ് വാരി കൊടുത്തേക്കാണ് ഒരുപാട് പേർക്ക്. ആ കൊടുത്തേക്കുന്നതൊക്കെ ഇത് ഇവരുടെ ചിലവാണോ ഈ കൊടുത്തേക്കുന്നത്? Z+ കൊടുത്തേക്കുന്നത് ഈ OIC എന്ന് പറയുന്ന ആൾക്ക് കൊടുത്തിട്ടുണ്ട്. ഇവരുടെ ബി ടീമായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. അയാൾക്ക് Z+ കാറ്റഗറിയാണ്. എന്തിന്? ഇവരെയൊക്കെ ആർക്ക് വേണം? ആദ്യം അതൊന്നും മനസ്സിലാക്കട്ടെ. ഇവരെയൊക്കെ ആർക്ക് ആവശ്യം? എന്നിട്ടാണ് ഇതേപോലുള്ള സെക്യൂരിറ്റി കൊടുത്ത് വെച്ചേക്കുന്നത് മുഴുവൻ. ഇത് വളരെ കഷ്ടമാണ് ഈ ചെയ്യുന്നത്. ഇതൊക്കെ ജനങ്ങളുടെ പണമാണ്. ഇത്രത്തോളം ഓഫീസേഴ്സിനെ സെക്യൂരിറ്റിക്ക് നിയോഗിക്കുക, അത് പബ്ലിക് ഫണ്ടിൽ നിന്നാണ് ഇതിൻ്റെ മുഴുവൻ ചിലവ്. അവരുടെ ആയുധങ്ങൾ കൊടുക്കുന്നത് അതും പബ്ലിക് ഫണ്ടിൽ നിന്നാണ് ചിലവ്. അവർക്ക് വേണ്ട സൗകര്യം ഒരുക്കുന്നു, വാഹനങ്ങൾ, ഇതെല്ലാം പബ്ലിക് ഫണ്ടിൽ നിന്നുള്ള ചിലവാണ്. 10-40 കാറിൻ്റെ വണ്ടികളുടെ അഹങ്പടിയോടുകൂടി സഞ്ചരിക്കുമ്പോൾ മനസ്സിലാക്കണം, ഇത് ജനങ്ങളെ കൊള്ളയടിക്കുകയാണ്, ജനങ്ങളുടെ പണം ദൂർത്തടിക്കുകയാണ് എന്ന് മനസ്സിലാക്കണം. അതാ വേണ്ടത്. അധികാരത്തിലില്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും ഇതേപോലെ രാഷ്ട്രീയ പാർട്ടിയെ പിളർത്താനും വോട്ട് പിളർത്താനും വോട്ടുകൾ വിഭജിക്കാനും ഉള്ള മാർഗം ചെയ്തു കൊടുക്കുന്നവർക്കും ഇത് കാറ്റഗറി കിട്ടും. അപ്പോൾ അവർക്ക് വേണ്ടി ഇത്രയും പണം ചെലവാക്കണം. ഈ വോട്ട് വിഭജിപ്പിക്കുന്നവന് കൊടുക്കുന്ന പണം ഏതാ ഞാൻ പറഞ്ഞേക്കുന്നത്, ഇത് Z+ കാറ്റഗറി. ഇത് മനസ്സിലാക്കാത്ത ഒരു ജനസമൂഹമുണ്ട്. അവർ ഇവരുടെയൊക്കെ പ്രലോഭനങ്ങളിൽ വീണിട്ട് ഇവരേതാണ്ട് ആ സമൂഹത്തിന് ഏതോ ഗുണം ചെയ്യുകയാണ് എന്നുള്ളൊരു ധാരണയിൽ അവർക്ക് വോട്ട് കൊടുക്കുമ്പോൾ എന്താണ്, ഈ മെയിൻ കാറ്റഗറിയിൽ നിന്ന് ഈ വോട്ട് അത്രയും വിഭജിച്ചങ്ങ് പോകും. അപ്പോൾ ആദ്യം 1ാം സ്ഥാനം കിട്ടുന്നവർക്ക് വളരെ വോട്ട് കുറച്ച് വാങ്ങിയാൽ മതി, ബാക്കി വിഭജിച്ചങ്ങ് പോവല്ലേ, ഈ രീതിയിലേക്ക് പോകും. അങ്ങനെ വോട്ട് വിഭജിക്കാനുള്ള ആളുകളെ ജനങ്ങളൊന്ന് മനസ്സിലാക്കണം. അതേപോലെ തന്നെ ഈ ഗവൺമെൻറ് തിരിച്ചറിയണം, ആവശ്യമില്ലാത്ത ആളുകൾക്ക് ഇതേപോലെ സെക്യൂരിറ്റി കൊടുത്ത് ജനങ്ങളുടെ പണം കൊള്ളയടിക്കരുത്. അധികാരം കയ്യിലുണ്ട് എന്നുള്ള ഒരൊറ്റ കാരണത്താൽ അങ്ങനെ ചെയ്യരുത്. ഇവിടെ നമ്മളിപ്പോൾ കണ്ടതല്ലേ, ഇപ്പോൾ ഈ ശ്രീ മുകേഷ് അംബാനിയുടെ മകൻ്റെ കല്യാണത്തിന് ഒരു എയർപോർട്ടിന് ഇൻ്റർനാഷണൽ പദവി കൊടുത്തേക്കാണ്. അത്തരം ദിവസത്തേക്ക് കൊടുത്തു. എളുപ്പമുള്ള കാര്യമാണ് ഒരു എയർപോർട്ട് ഇൻ്റർനാഷണൽ പദവി ആകണം. ഇവിടെ ഇൻ്റർനാഷണൽ പദവി എടുത്തു കളയാൻ നോക്കുന്ന എയർപോർട്ടുകളാണ് ബാക്കിയുള്ളത്. ഇപ്പോൾ കരിപ്പൂർ എയർപോർട്ട്, അതിനോട് കാണിക്കുന്ന ഏറ്റവും വലിയ ചിറ്റമ്മ നയം എന്ന് പറയുന്നത് അവിടെ വലിയ ഫ്ലൈറ്റുകളൊന്നും ഇറങ്ങുന്നില്ല കേട്ടോ. അപകടങ്ങളൊക്കെ എല്ലായിടത്തും ഉണ്ടായിട്ടുണ്ട്. അല്ലാതെ ഒരു എയർപോർട്ടൊന്നും അല്ല, മോളിലൊന്നും അല്ല. അതിന് സ്ഥലം കൂടുതൽ എടുത്തിട്ട് കൊടുക്കണം. ആ കൊടുക്കുന്നതിന് പകരം ചെയ്യുന്നത് എന്താണ്, അവിടെ ആ ജനങ്ങളെ യഥാർത്ഥത്തിൽ വളരെ കഷ്ടപ്പെടുത്തുകയാണ്. അവിടുന്ന് വളരെ ഏറ്റവും കൂടുതൽ ആളുകൾ, ഗൾഫിൽ പോകേണ്ട ആളുകളും ഒക്കെ വരുന്നത് മുഴുവൻ അവിടെ നിന്നാണ്. പക്ഷേ അവർക്ക് അതിനുള്ള സൗകര്യമില്ല. നല്ല ഫ്ലൈറ്റുകളൊന്നും അവിടെ ഇറങ്ങുന്നില്ല, അതിനുള്ള അംഗീകാരം കൊടുക്കുന്നില്ല, അനുവാദം കൊടുക്കുന്നില്ല. ഇതിന് ശേഷം ചെയ്യാൻ പോകുന്നത് അതിൻ്റെ പദവി പോലും നഷ്ടപ്പെടുന്ന വിധത്തിൽ അങ്ങ് പോയിക്കൊണ്ടിരിക്കും. ഹജ്ജിന് ബാക്കിയുള്ളിടത്തുനിന്ന് പോകുന്നതിൻ്റെ ഇരട്ടി ചാർജാണ് കരിപ്പൂരിൽ നിന്ന് പോകുന്നതിന്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അറിഞ്ഞൂടാ. കാരണം അവിടുന്ന് പോകുന്ന ആ ജനവിഭാഗത്തിനെ ഉപദ്രവിക്കുക എന്നുള്ള ഒരൊറ്റ കാഴ്ചപ്പാടാണ്, വേറെ ഒന്നുമല്ല. അതേപോലെ ഇവർക്ക് പറയാം അത് കമ്പനികൾ തീരുമാനിക്കുന്നതാണെന്ന് പറയും. ഗവൺമെൻറ് ഒരു കാര്യമില്ല. കമ്പനികൾ തീരുമാനിക്കുന്ന ഇപ്പം നമ്മൾ കണ്ടല്ലോ, കമ്പനികൾക്ക് സ്ഥാനാർത്ഥികൾ ഉള്ളതുകൊണ്ടാണല്ലോ കമ്പനി ഇതുപോലെ 2 രൂപ കുറച്ച് കൊടുക്കുന്നത്. കാരണം അവരുടെ സ്ഥാനാർത്ഥിക്ക് വോട്ട് കിട്ടണം. അവരുടെ സ്ഥാനാർത്ഥികൾ ആരാണെന്ന് കൂടെ വെളിവാക്കണം.